താമരനൂലിനാൽ മെല്ലെ എന്നേനിൽ തൊട്ടു വിളിക്കൂ. താഴിട്ട് പൂട്ടുമെന്നെഞ്ചിലെ വാതിലിൽ മുട്ടി വിളിക്കൂ. എന്റെ മാറോടു ചേർന്നൊരു പാട്ടുമോളൂ. മണിവിരലിനാൽ താളമേടൂ. മെല്ലെ മെല്ലെ എന്നെ നീ ഉറക്കൂ. താമരനൂലിനാൽ മെല്ലെ എന്നേനിൽ തൊട്ടു വിളിക്കൂ. അപ്പോ എന്തായാലും ഈ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് ചില കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോ കുറച്ചൊക്കെ മനസ്സിലായി കാണും അല്ലേ ആൾക്കാർക്ക്. അതായത് ചില കാര്യങ്ങൾ നേരിൽ കണ്ടില്ലെങ്കിലും അല്ലെങ്കിൽ നേരിൽ സംസാരിച്ചില്ലെങ്കിലും എത്ര ദൂരെ നിന്നിട്ടാണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ചിലപ്പോൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇനി നമ്മൾ കണ്ടസ്റ്റൻസിന് കൊടുക്കുന്ന റൗണ്ടും അങ്ങനെയാണ്, റിലേഷൻഷിപ്പ് റൗണ്ട്. അതിനൊരു ചെറിയ ഇൻട്രോ ആണ് ഞങ്ങൾ ഇവിടെ ചെയ്തത്. ശ്വേതാജിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? കാരണം ഒരുപാട് വർക്കായിട്ട് എപ്പോഴും ബിസി ആയിരിക്കും. അപ്പം ഇങ്ങനെ അകന്ന് നിൽക്കുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ്, അതായത് ഹസ്ബൻഡ് വൈഫ്, ഞാൻ എന്റെ മോളുടെ പറ്റി മാത്രമേ പറയുള്ളൂ. ഞാൻ അമേരിക്കയിൽ ഒരു ഷോ, അപ്പൊ മോള് ജനിച്ച് എനിക്ക് തോന്നുന്നു ഒരു വയസ്സായിട്ടില്ല. അപ്പൊ ഞാനൊരു 40 ദിവസത്തെ ഔട്ട്ഡോറിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫീഡിങ് നിർത്തി ഓൾമോസ്റ്റ്, ബിക്കോസ് അവള് ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ആ രീതിയിൽ ആ സമയത്താണ് പോയത്. അപ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണൽ. മൂപ്പര് വന്നു 20 ദിവസം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഇവിടുത്തെ ഒരു 9:30, 10 രാവിലെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു, കണ്ണാ ഉറപ്പാണ് അവള് പോട്ടി ചെയ്തിട്ടുണ്ട് എന്ന്. എനിക്ക് അവിടെ അങ്ങനെ മണം വന്നു. യുനോ, അപ്പൊ പറഞ്ഞു ഇല്ല അവളിപ്പോ എല്ലാം കുട്ടപ്പോയി അവിടെ കളിക്കാൻ. ഞാൻ പറഞ്ഞു ഉണ്ട്, ഇപ്പൊ അവള് കളിച്ച് പോട്ടി ചെയ്തിട്ടുണ്ട്. അപ്പൊ മൂപ്പര് ചെക്ക് ചെയ്തപ്പോ കറക്റ്റ് ആയിരുന്നു. സോ ദാറ്റ് ഈസ് ആ ഒരു ബോണ്ടിങ്. ടെലിപ്പത്തി ആണെങ്കിലും 7 സെൻസ് പറയാം, 6 സെൻസ് പറയാം. അങ്ങനെ നമ്മൾക്ക് അത് ആ മൊമെന്റ്സ് നമുക്ക് എവറി ഡേ ഉണ്ടാവും. റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ഭാര്യയും ഭർത്താവും, ബ്രദർ സിസ്റ്റേഴ്സോ ഫ്രണ്ട്സ് ആവാം. യുനോ, അവരുടെ ഇടയിലുള്ള ആ സോൾഫുൾ കണക്ട് എങ്ങനെയാണ് എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും. അപ്പം വളരെ പ്രതീക്ഷയോടുകൂടി ഞങ്ങൾ രണ്ടുപേരും കാത്തിരിക്കുന്ന ഒരു റൗണ്ടാണ് റിലേഷൻഷിപ്പ് റൗണ്ട്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് സൂപ്പർ അമ്മയും മകളും. സോ റിലേഷൻഷിപ്പ് റൗണ്ടിൽ പെർഫോം ചെയ്യാൻ എത്തുന്നു. ലെറ്റ്സ് വെൽക്കം വിദ്യ ആൻഡ് വേദിക. സൂപ്പർ അമ്മയും മകളും. ഇന്നെൻ്റെ ചേച്ചിയുടെ ബർത്ത്ഡേ ആണ്. ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ചേച്ചി ഒരു സമ്മാനം ചോദിച്ചിരുന്നു. അത് കൊടുത്താൽ ചേച്ചി എന്നെ ഇവിടെ വന്ന് കാണുമെന്നാണ് പറഞ്ഞിരുന്നത്. നിങ്ങൾക്ക് എൻ്റെ ചേച്ചിയെ കുറിച്ച് അറിയണ്ടേ? ചേച്ചിക്ക് വളരെ ചെറുപ്പത്തിലേ അസുഖം വന്നതാണ്. അമ്മ പറയുന്നത് എനിക്ക് മാത്രമേ ചേച്ചിയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയൂ എന്നാണ്. നിങ്ങൾക്കറിയാമോ, മറ്റു കുട്ടികളെ പോലെയല്ല ഞാൻ ജനിച്ചത്. ഡോക്ടേഴ്സ് എന്നെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാ എൻ്റെ ചേച്ചിക്ക് വേണ്ടി. എൻ്റെ ചേച്ചിയെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. ചേച്ചി ഇങ്ങനെ വേദനിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ.
ഇത്രയും നാൾ ചേച്ചിക്ക് ആവശ്യം വരുമ്പോഴൊക്കെ ഡോക്ടേഴ്സ് എൻ്റെ ശരീരം കീറി മുറിച്ചു. എന്തൊരു വേദനയാണെന്ന് അറിയാമോ? ഇനിയില്ല. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിനെ സമ്മതിക്കില്ല. നിങ്ങൾക്കറിയാമോ, മറ്റു കുട്ടികളെ പോലെ എനിക്ക് ഇഷ്ടമുള്ളതൊന്നും കഴിക്കാൻ പറ്റില്ല. ഒന്ന് പുറത്തു പോയി കളിക്കാൻ പറ്റില്ല. എനിക്കും ഇല്ലേ നിറയെ സ്വപ്നങ്ങളുള്ള ഒരു ജീവിതം. എന്തുകൊണ്ടാണ് എൻ്റെ ജീവന് ചേച്ചിയുടെ ജീവനോളം അവർ വില തരാത്തത്? എൻ്റെ ചേച്ചി ഇപ്പോൾ വേദനകളില്ലാത്ത ലോകത്ത് നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും. അന്ന് ചേച്ചി എന്നോട് ചോദിച്ച ബർത്ത്ഡേ സമ്മാനത്തിലൂടെ വേദനകളില്ലാത്ത ഈ ലോകം ശരിക്കും എനിക്കാണ് സമ്മാനമായി നൽകിയത്. എൻ്റെ ചേച്ചിക്ക് എന്നോട് ഇത്രയും സ്നേഹമുണ്ടെന്ന് അറിഞ്ഞ ആ രാത്രി മോൾക്ക് എന്നോട് എന്തുമാത്രം സ്നേഹമുണ്ട്. എന്താ ചേച്ചി, എൻ്റെ ജീവനാണ് ചേച്ചി. അറിയില്ലേ ചേച്ചിക്ക്? ചേച്ചിക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കണത് തന്നെ. ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഈ ലോകത്ത് എന്നെ ജനിക്കില്ലായിരുന്നു. ചേച്ചിയുടെ ബർത്ത്ഡേക്ക് ചേച്ചി ചോദിക്കുന്ന ഒരു സമ്മാനം മോൾ എനിക്ക് തരുമോ? ചേച്ചി എന്ത് ചോദിച്ചാലും ഞാൻ തരും. എനിക്ക് അത്രേ ഇഷ്ടമായിട്ട് ചേച്ചീനെ. എന്നാ എനിക്ക് പ്രോമിസ് താ മോള്. പ്രോമിസ്. ചേച്ചി പറഞ്ഞോളൂ. ചേച്ചിയെ ഈ വേദനകളുടെ ലോകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ നിനക്ക്? എന്താ ചേച്ചി, എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഈ ചേച്ചിക്ക് വേണ്ടി കുഞ്ഞുനാൾ മുതലേ നിന്റെ ശരീരവും വേദനിക്കുകയാണ്. വേണ്ട, ഇനി മോൾ അതിന് സമ്മതിക്കരുത്. ഇല്ല, ഞാനങ്ങനെ ചെയ്യില്ല. മോൾ എനിക്ക് പ്രോമിസ് തന്നതല്ലേ, പ്ലീസ് ചേച്ചിക്ക് വേണ്ടി മോളിത് ചെയ്യണം. നിറയെ സ്വപ്നങ്ങളുള്ള ഒരു ജീവിതം മോൾക്കുണ്ട്. മോളത് അവരോട് പറയണം. ഈ ചേച്ചിയുടെ ജീവനോളം വില മോളുടെ ജീവൻ അവർ തരുന്നില്ല. അതെന്തുകൊണ്ടെന്ന് മോളെ ലോകത്തോട് ചോദിക്കണം. ചേച്ചി ലോകത്തുനിന്ന് പോയാ ഞാൻ എങ്ങനെ എൻ്റെ ചേച്ചീനെ കാണും? മോള് വിഷമിക്കണ്ട കേട്ടോ. ചേച്ചിയുടെ എല്ലാ ബർത്ത്ഡേക്കും എല്ലാ പേരെയും കാണാൻ ചേച്ചി വരും. നമ്മുടെ രണ്ടുപേരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ആ സ്ഥലത്ത്. അപ്പോൾ നമ്മളുടെ റിലേഷൻഷിപ്പിനെ ആളുകളിലേക്ക് എത്തിക്കുന്ന ഈ റൗണ്ടിൽ നല്ല ബ്യൂട്ടിഫുൾ ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ ഓഡിയൻസിന് മുമ്പിൽ പ്രസന്റ് ചെയ്ത്. എനിക്ക് കാണുമ്പോൾ തന്നെ ഒരു സങ്കടം, മുഖം കാണുമ്പോഴേ നമുക്ക് അയ്യോ ഒരു പാവം എന്ന് തോന്നും. എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമുക്ക് ശ്വേതാജിയോട് ചോദിക്കാം. ശ്വേതാജി, ബ്യൂട്ടിഫുൾ. താങ്ക് യു മാം. വിദ്യ,
നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. വേദിക കുട്ടി മോള് അസാധ്യമായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഇമോഷണൽ റൗണ്ട് വേദിക നന്നായി ചെയ്യുന്നുണ്ട്. എന്താ പറയുക, ഡയലോഗ്സ് പറയുന്നുണ്ട്, അതിൻ്റെ ഫീലിങ്സ് വെച്ച് ആൻഡ് വെരി നൈസ്ലി. പിന്നെ ആ എൻഡിൽ ആ ഒരു സ്ക്രീൻ എൻ്റെ കൂടെ ആ ഒരു മേർജ് ചെയ്തത് വിദ്യ ബ്യൂട്ടിഫുൾ. താങ്ക് യു മാം. ട്രൂ സ്റ്റോറി പറയാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ വെരി ഗ്രേറ്റ്. ഒരു നമ്മളല്ലേ നല്ലൊരു ടാലൻറ്റ് വേണം ട്രൂ സ്റ്റോറി. ചെറിയ ചെറിയ മൈന്യൂട്ട് ഡീറ്റെയിൽസ് ഞാൻ നോക്കാൻ പോയാൽ കുറേ സ്ഥലത്ത് ഇതുണ്ടെങ്കിലും ഓവറോൾ എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് വെൽ എക്സിക്യൂട്ടഡ്, വെൽ റിഹേഴ്സ്ഡ്, സൂപ്പർബ്ലി പ്രസന്റഡ്. സൂപ്പർ. എന്താ മോൾക്ക് പറയാനുള്ളത്? പെട്ടെന്ന് റൗണ്ട് കഴിഞ്ഞപ്പോ ആളൊന്ന് കരഞ്ഞു, കട്ട് പറഞ്ഞതിന് ശേഷവും കരഞ്ഞു. അതെന്താ സംഭവിച്ചത്? അത് ഞാൻ കരഞ്ഞിട്ട് പിന്നെ നിർത്താൻ കുറച്ച് പാടായിരുന്നു. അയ്യോ, ഡാൻസിൽ കരഞ്ഞിട്ട് നിർത്താൻ ആ ഒരു ഫ്ലോയില് അവൾ ഇമോഷണലി ഇൻവോൾവ് ആയി. സൂപ്പർ.